മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നിങ്ങള് അതിരാവിലത്തെ ക്ലാസ് ആണോ? എൻ്റെ അല്ല, ഫിസിക്സിന്റെ ക്ലാസ് കേട്ടു. എങ്ങനെയുണ്ട് ക്ലാസ്? നല്ല ക്ലാസ് ആയിരുന്നു അല്ലേ? ശാസ്ത്രത്തെ മാറി നിർത്തിയിട്ട് ലോകത്തെ ചിന്തിക്കാൻ നമുക്ക് സാധിക്കില്ല അല്ലേ? എൻ്റെ സബ്ജക്റ്റ് ലഹരി വിമുക്ത ജീവിതം. ജീവിതമാണ് ലഹരി. അതിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്നത്. എന്തായാലും നമ്മുടെ എസൻസ് ഗ്ലോബൽ എന്ന ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ 3 ദിവസത്തെ ക്യാമ്പാണ്. ഈ ക്യാമ്പില് എങ്ങനെയുണ്ട്? ക്യാമ്പ് എങ്ങനെയുണ്ട്? കൊള്ളാം. നമ്മൾക്ക് ഓരോ ക്യാമ്പുകൾ കഴിയുമ്പോൾ ഒരുപാട് ബന്ധങ്ങൾ കിട്ടും. ശരി തെറ്റോ? ശരിയല്ലേ? അതായത് ഞാൻ നിരവധി ക്യാമ്പില് ഒരു 83 തൊട്ട് 2000 വരെ നിരവധി ക്യാമ്പുകളിൽ പങ്കെടുത്ത ഒരു നിങ്ങളെ പോലത്തുള്ള ഒരു വിദ്യാർത്ഥിയാണ്. ഓരോ ക്യാമ്പുകളിലും വ്യത്യസ്ത തരത്തിലുള്ള കുട്ടികളെ കാണാനും പരിചയപ്പെടാനും ജീവിതത്തിൽ ഒരുപാട് ബന്ധങ്ങൾ വളർന്ന് മുന്നോട്ട് പോകാൻ ജീവിതത്തിൽ സഹായിക്കുന്ന വലിയൊരു ക്യാമ്പുകളാണ് എല്ലാ ക്യാമ്പുകളും. ആ ക്യാമ്പില് നമ്മൾ മുന്നേ ഒരു ഉപാധികൾ ഇല്ലാണ്ട് വരുമ്പോൾ തിരിച്ചു പോകുമ്പോൾ വളരെ സന്തോഷപ്രദമായി പോകും. മനസ്സിലായ? ഇത് പല കുട്ടികളും ഇന്ന് ക്യാമ്പ് എന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കണം, വെക്കേഷനൊക്കെ പല ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും, എൻ്റെ മക്കളും ഉൾപ്പെടെ. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ക്യാമ്പ് വളരെ ജീവിതത്തിൽ മുതൽക്കൂട്ടാവട്ടെ. അതിനോടൊപ്പം തന്നെ വളരെ വിജയപ്രദമായ മുന്നേറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ക്ലാസ് ആരംഭിക്കാം. വർത്തമാന കാലഘട്ടത്തില് ലഹരിയുടെ ഉപയോഗം കൂടുതലാണോ കുറവാണോ? എല്ലാ ജില്ലകളിലുള്ള ആൾക്കാരും ഇല്ലേ? എല്ലാ ജില്ലകളിലും ഉണ്ടാവില്ലേ കുട്ടികളൊക്കെ? കൂടുതലാണോ കുറവാണോ? കൂടുതലാണ്. എന്താ പേരുള്ള കൂട്ടാപ്പിയ? നവീൻ. എത്ര പഠിക്കണോ? 9th. എന്റെയോ? കൃഷ്ണ. ഗൗരി. മോളുടെ അഗത. അല്ല, ഞാൻ വെറുതെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രം. നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ പറ്റില്ലേ? പറ്റുമോ? പറ്റും. പറ്റില്ല എന്ന് പറയുന്നവൻ ആരാണ്? നമുക്കത് കാണാലോ, നമുക്ക് സംസാരിക്കാം, ഒന്ന് പരിചയപ്പെടാം. എന്താ പേര്? ഉണ്ണിയെ? അന്ന. അപ്പൊ നമുക്ക് അതിന് വർത്തമാന കാലഘട്ടത്തിൽ ലഹരിയുടെ പ്രസക്തി വളരെയധികം കൂടി വരുന്നു. അതിനെ കുറച്ച് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കും ഈ ക്ലാസ് ഓർഗനൈസ് ചെയ്യുന്ന എല്ലാവർക്കും തുല്യ പങ്കാളിത്തമാണ്. അത് ചില ആൾക്കാർ പറയും എക്സൈസുകാർ ഒന്നും കൂടിയും ഉഷാറാവണം, പോലീസുകാർ ഒന്നും കൂടി ഉഷാറാവണം, ആരോഗ്യവകുപ്പ് ഒന്നും കൂടിയും എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം. അപ്പൊ ഈ കാര്യത്തില് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള മുന്നേറ്റം മാത്രമാണ് സാധ്യമാകുള്ളൂ. അതിന് 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഈ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾ വ്യത്യസ്ത തലത്തിൽ താഴെ തലത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് കൂടുതൽ നല്ല ഉഷാറായിട്ട് വരിക. ഇപ്പോ ഈ മഴ വരാൻ പോവാണ്. ഫസ്റ്റ് എന്താ ചെയ്യുക? മഴ പെയ്യും അല്ലെ? മഴ കുറച്ചകം നിന്നാലും മരം പെയ്യും. ശരിയാണോ? മനസ്സിലായില്ല? മുന്നും മഴ പെയ്യും, കുറച്ച് കഴിഞ്ഞാൽ മഴ നിന്നാലും പിന്നെ മരം പെയ്യാൻ തുടങ്ങും. മനസ്സിലായ? അപ്പൊ ഞാൻ എടുക്കുന്ന ലഹരി വിമുക്തമായ ക്ലാസ് എനിക്ക് മനസ്സിലാവുന്നതിനോടൊപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നതിനോടൊപ്പം നിങ്ങളുടെ വിവിധ ഗ്രാമപ്രദേശത്ത് ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ സമൂലമായ മാറ്റം മാത്രമാണ് ഈ ലഹരി മുക്ത സമൂഹം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ? എന്താണ് ഈ ലഹരി? നിങ്ങൾ ഒരുപാട് ക്ലാസ് സ്കൂളിലൊക്കെ കേട്ടിട്ടുണ്ടാവും ഈ ലഹരിനെ കുറിച്ച് ഒരുപാട് ക്ലാസ്. എന്താണ് ഈ ലഹരി? ഓക്കെ, പിന്നെ പോട്ടെ. യേശുദാസിന് എന്താ ലഹരി? പാട്ട്. പെരുവനം കുട്ടന്മാരാർക്ക് എന്താ ലഹരി? പെരുവനം കുട്ടന്മാരെ അറിയില്ല? ദൈവമേ, തൃശ്ശൂർ എത്ര ഉണ്ട് ഇതില് കുട്ടികള്? എന്താ അകത? അറിയില്ല? തൃശ്ശൂർ പൂരം കേട്ടിട്ടില്ല? ഇനി അത് കേട്ടിട്ടുണ്ട്. അതിലത്തെ മേള പ്രമാണിയാണ് പെരുവനം കുട്ടന്മാരെ. അത് ചെണ്ടമേളം. മനസ്സിലായ? അപ്പോ നമ്മുടെ യൂസഫ് അലിയുടെ എന്തിട്ടാണ് അദ്ദേഹത്തിന്റെ ലഹരി? യൂസഫ് അലിന്ന് അറിയില്ല? കച്ചവടക്കാരനാണ് അല്ലേ? ട്രേഡിങ്. അപ്പൊ അദ്ദേഹം അങ്ങനത്തെ ലഹരി, ആ ലഹരിനെ കുറിച്ചല്ല പറയുന്നത്. നമ്മൾ പറയുന്നത് 72 ലക്ഷം കോടി കോശങ്ങൾ കൂടിയതാണ് നമ്മുടെ മനുഷ്യ ശരീരം. ഈ കോശങ്ങൾക്ക് കൃത്രിമമായി ഉത്തേജനം നൽകുന്ന മുഴുവൻ രാസവസ്തുക്കൾ നമ്മൾ അകത്തെ ലഹരി വസ്തുക്കൾ എന്ന് പറയാം. അടിസ്ഥാനം എന്താ? സെല്ലുകളാണ്. ഈ സെല്ലുകൾക്ക്
കൃത്രിമമായ ഉത്തേജനം കൊടുക്കുക. നിങ്ങൾ കാലത്ത് എന്താ കഴിച്ചേ? ഉപ്മാവ്, അപ്പം. അപ്പത്തിന് കൂടെ എന്തായിരുന്നു? മുട്ടക്കറി. എങ്ങനെയുണ്ടായിരുന്നു കഴിക്കാൻ? ഉച്ചയ്ക്ക് എന്തായിരുന്നു? ഉച്ചയ്ക്ക് എന്താ പരിപാടി? ചാപ്പാട് അറിയില്ല. ഒരു 3 മണിക്ക് എന്താ കഴിക്കുക? ചായയും. സാറേ എന്താ ചായയും പരിപ്പോടെ? ഓ, ചൂട്ടോടെ ആണെങ്കിലോ പരിപ്പോട ഒന്നും കൂടി ഉഷാറായില്ലേ? ശരിയല്ലേ? ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ഉത്തേജനം കൊടുക്കുന്ന വസ്തുക്കളാണ്. ചായയിലും പരിപ്പോടെ എല്ലാ വസ്തുക്കളും ചെറിയ രീതിയിൽ ഉത്തേജനം കൊടുക്കുന്ന വസ്തുക്കളാണ്. പക്ഷേ അതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഉത്തേജനം കൊടുക്കും. പക്ഷെ ഇത് കൃത്രിമമായ ഉത്തേജനം നൽകുന്ന മുഴുവൻ രാസപദാർത്ഥങ്ങളും രാസവസ്തുക്കളും നമ്മൾ ലഹരി വസ്തുക്കൾ പറയാം. ഓക്കെ, ലഹരി വസ്തുക്കൾ എന്താ മനസ്സിലായില്ലേ? ഈ ലഹരി വസ്തുക്കൾ എന്തോറുണ്ട്. ഇപ്പൊ കുടിക്കുന്ന തരം ലഹരിയുണ്ട്, കഴിക്കുന്ന തരം ലഹരിയുണ്ട്, വലിക്കുന്ന തരം ലഹരിയുണ്ട്, കുത്തിവെക്കുന്ന ലഹരിയുണ്ട്. ഒറ്റ കാര്യം മനസ്സിലാക്കണം, ആദ്യ ഉപയോഗത്തിൽ തന്നെ ആവർത്തനം വിവിധ രീതിയിൽ അപകടപ്പെടുത്തുക. നമ്മുടെ കുടുംബാവാം, വ്യക്തിയാവാം, നമ്മുടെ സമൂഹമാവാം, പല രീതിയിൽ അപകടപ്പെടുത്തുന്നതിലൂടെ അന്ത്യത്തിലേക്ക് പോകുന്ന വളരെയധികം വ്യാപകമായ രാസലഹരിയുടെ ഒരു ലോകത്താണ് നിങ്ങളും ഞാനും ഉപയോഗിക്കുന്നത്. മനസ്സിലായ? ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോളറായ ഡീഗോ മറഡോണ, ഇങ്ങനെ കളിക്കാരൻ, ആളെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലേ? ആളുകൾ പരിചയമില്ലേ? കണ്ണട പോലെ ഡീഗോ മറഡോണ. അദ്ദേഹം ദൈവത്തിന്റെ കൈ എന്ന് പറഞ്ഞ രീതിയിൽ കൈകൊണ്ട് ഗോളടിച്ചുകൊണ്ട് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി ലോകത്തിലെ ഏറ്റവും ശരിയല്ലേ മികച്ച ഒറ്റ പ്രാവശ്യമാണ് അദ്ദേഹം ലഹരി ഉപയോഗിച്ചത്. അതിനുശേഷം കളിക്കളത്തിൽ തിരിച്ചു വന്നില്ല. അതോടുകൂടി അദ്ദേഹത്തിന്റെ കളിയും പോയി, കളക്കളം പോയി, മുഴുവൻ രീതിയിലുള്ള സംവിധാനം പോയി. ലാസ്റ്റ് ലഹരിക്ക് അടിമ ആയതുകൊണ്ട് അദ്ദേഹം കളിക്കളത്തിൽ നിന്ന് മാറിപ്പോയി. മനസ്സിലായ? അപ്പൊ ആദ്യ ഉപയോഗത്തിൽ തന്നെ ആവർത്തന അപകടത്തിലേക്ക് പോകുന്ന മാരകമായ ലഹരിയുടെ ഒരു ആസക്തിയുള്ള ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. അതിന് നമ്മൾ പെടാതിരിക്കാൻ വേണ്ടി ആദ്യം ശ്രമിക്കുക. അപ്പൊ ഞാൻ ക്ലാസ്സിലേക്ക് പോവാം. 1, ഒറ്റ കാര്യം, ലഹരി നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. 1. 2, നിങ്ങളുടെ പ്രദേശത്ത് ലഹരിയുടെ ഉപയോഗം നടക്കുന്ന സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? നമ്മുടെ പ്രദേശത്തെ സ്കൂൾ ഗ്രൗണ്ടുകൾ, ഒഴിഞ്ഞ കെട്ടിടങ്ങൾ, ഇതുപോലെയുള്ള വല്ല പുഴയുടെ തീരങ്ങളിൽ, പല സ്ഥലങ്ങളിലൊക്കെ രാത്രി കാലത്ത് 8 മണി തൊട്ട് വൈകുന്നേരം 2 മണി വരെ 3 മണിയൊക്കെ ഇരിക്കുന്ന ഒരുപാട് ചേട്ടന്മാരെ നിങ്ങൾ കാണാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക്. അവരെന്തായിരിക്കും? ഇപ്പോ ഇന്ത്യ പാകിസ്ഥാൻ വാറിപ്പ് നടന്നുകൊണ്ടിരിക്കുക, അതിനെക്കുറിച്ച് ചർച്ചകളായിരിക്കുമോ? അല്ല. അല്ലെങ്കിൽ CUT എക്സാമിനെ കുറിച്ച് ചർച്ചകളായിരിക്കുമോ? ഫ്ലാറ്റിനെ കുറിച്ച് ചർച്ചകളായിരിക്കുമോ? അപ്പൊ എന്താവും? ഈ ശാസ്ത്രത്തെ കുറിച്ച് നേരത്തെ മാഷ് പറഞ്ഞ പോലെ ചർച്ചകളായിരിക്കും? അല്ല. അത്തരം കേന്ദ്രങ്ങൾ നിങ്ങൾ അറിയുന്നു വെച്ച് നിങ്ങൾ ആകെ ഒരു കാര്യം ചെയ്യുക, പോലീസിനും എക്സൈസിനും വിവരം അറിയിക്കുക. അപ്പൊ എന്തുണ്ടാവും? അവർ വന്ന് പൂച്ചക്കുട്ടീനെ മാരി ഇങ്ങനെ പിടിച്ചോണ്ട്. അപ്പൊ നമ്മൾ ലഹരി ഉപയോഗിക്കുന്ന കേന്ദ്രങ്ങള് നമ്മുടെ പ്രാദേശികമായ സ്ഥലങ്ങളിൽ കണ്ടെത്തുന്നത് കുറയ്ക്കാൻ പറ്റും. അവിടെയാണ് എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം. അതിന് നിങ്ങളെ പോലത്തുള്ള കുട്ടികളുടെ പങ്ക് വളരെ വലുതാണ്. നിങ്ങൾക്കറിയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ മാതാപിതാക്കൾ പല രീതിയിലുള്ള ജോലി വേലകൾക്കൊക്കെ പോയിക്കൊണ്ടിരിക്കും. വീട്ടിലമ്മ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ നിങ്ങളാണ് കൂടുതൽ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇത് കാണാൻ സാധിക്കുള്ളൂ. അവിടെയാണ് നിങ്ങൾ മികച്ച പ്രവർത്തനം ചെയ്യാൻ വേണ്ടി നിങ്ങളെ പോലത്തുള്ള യുവാക്കളുടെ വലിയൊരു പ്രസക്തി, അല്ലെ വിദ്യാർത്ഥികളുടെ പ്രസക്തി. ഓക്കെ, ഇത് മനസ്സിലായി? എൻഫോഴ്സ്മെന്റ്. 2, ഇനി ഏതെങ്കിലും രീതിയിൽ നമ്മൾ ബോധവൽക്കരണം. 2ാമത്തെ കാര്യം, അതായത് നമ്മൾ ഡ്രഗ്സ് എന്താ ഉപയോഗിച്ച ദോഷം, എന്താണ് ഇതിന്റെ ഗുണം, ഏത് രീതിയിൽ സമൂഹത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളെ കുറിച്ച് നമ്മുടെ നാടുകളിലും വീടുകളിലും മറ്റുള്ള രീതിയിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ദോഷവശങ്ങളെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് 2 ബോധവൽക്കരണം. 3 ചികിത്സ. അതായത് ഇത് വന്നേ കുട്ടാപ്പി, നിന്റെ പേര് ലെവിൻ. എങ്ങനെയുണ്ട്? എത്ര പഠിക്കുന്ന പറഞ്ഞേ? അതല്ല, എത്ര പഠിക്കുന്ന ചോദ്യ? 10. ലെവിൻ എങ്ങനെയുണ്ട്? ലെവിന് പരിചയമില്ല ആരും? ഇന്ന് പരിചയപ്പെട്ടില്ലേ സാറെ? ക്യാമ്പിന് മുമ്പ് പരിചയപ്പെട്ടില്ലേ? ലെവിൻ എങ്ങനെയുണ്ട്? ചുള്ളനാണോ? ഒരാളൊരു നല്ലൊരു കാര്യം പറയുമ്പോ ആണോന്നൊക്കെയാണ് ആംഗ്യ ഭാഷ നിങ്ങൾ ഒഴിവാക്കുക. യെസ് ഓർ നോ? യെസ്, കുഴപ്പമില്ല. ലെവിൻ ചുള്ളൻ തന്നെയല്ലേ? ഇപ്പോ ലെവിൻ പഠിക്കുന്നത് 10ലാണ്. ഓക്കെ, 15 വയസ്സായി.
ഏകദേശം ഒരു 18 വയസ്സ് തൊട്ട് 21 വയസ്സ് വരും കൂടി ലെവിൻ വരുമ്പോൾ ഏകദേശം ഒരു മിനിമം ഒരു 170 cm എങ്കിലും വരും, 170 സെന്റിമീറ്റർ ഹൈറ്റ് വരും ഇല്ലേ? ശരിയാണോ? നല്ല ഹൈറ്റ് ഇനിയും വരില്ലേ? വരില്ലേ? നിങ്ങൾ എന്താ ചത്തോരെ വീട്ടിൽ മരിച്ചോരിക്കലും മരിക്കാണ്ട് നല്ല ഉഷാറായിട്ട് പറയുന്നേ. ഒരു വളരെ ഹാപ്പി ആയിട്ടിരിക്കും. ഇവർക്ക് ഭക്ഷണം കൊടുത്ത് ശരിയായിട്ടില്ല കേട്ടോ സാറേ. ഇവർക്ക് നിങ്ങൾ എന്താ കൊടുത്തതെന്ന് പറഞ്ഞേ? ദോശയാ, അപ്പം മുട്ടക്കറിയും. അപ്പം അല്ലേ? അതൊരു കാര്യമില്ല. അപ്പം ഒരു എന്താ ഒരു തണുപ്പുള്ളപ്പായിരുന്നുകൊണ്ട്, ചൂടോടെ അല്ലാന്നുകൊണ്ട് എല്ലാവരും ഒരു തണുത്ത വീട്ടിലിരിക്കുന്ന മാതിരി ഇരിക്കുന്നത്. അപ്പൊ ഈ ചങ്ങാതി, അതായത് വീട്ടിലാരൊക്കെ ഉണ്ട് ലെവിൻ? അച്ഛൻ, അമ്മ, നീ മാത്രം. അച്ഛൻ എന്ത് ചെയ്യുന്നു? ആർട്ടിസ്റ്റ്. അമ്മ ടീച്ചർ. ഏത് സ്കൂള്? അംഗൻവാടി. ഓക്കെ. എവിടെ വീട്? തിരുവനന്തപുരം. ഏക മകനാണ്? ചേച്ചി. ആ ചേച്ചി എന്ത് ചെയ്യണു? കല്യാണം കഴിച്ചു. ടെൻഷൻ അടിക്കണ്ട, വളരെ ഫ്രീ ആയി നിൽക്കില്ല ലെവിൻ. നീ യൂണിഫോം ഇട്ടക്കാരുണ്ടോ? വളരെ ഫ്രീ ആയിട്ട്. ഓക്കെ. അപ്പൊ ലെവിന്റെ വീട്ടില് അച്ഛൻ, അമ്മ, ചേച്ചി, ഇദ്ദേഹം. ഒരു സാധാരണക്കാരനായ ഒരു കുടുംബത്തിലെ ഒരു അംഗമാണ് ആര്? ലെവിൻ. ഓക്കെ. നമ്മുടെ വീട്ടില് ഒരു വീട്ടില് സാധാരണക്കാരായ ഒരു കുടുംബം അവന്റെ ജീവിതത്തിൽ വിജയം ഉണ്ടാവണമെങ്കിൽ എത്ര വർഷം വേണം? മനസ്സിലായില്ല? ഒരു സാധാരണക്കാരായ ഒരു കുടുംബം അവന്റെ വീട്ടില് ജീവിത വിജയം ആ കുടുംബത്തിനാണെങ്കിൽ എത്ര വർഷം വേണം? മനസ്സിലായില്ല? 20-25. പേരെന്താ പറഞ്ഞേ? ആഗനെ. ശരിയാണോ? എത്ര വർഷം വേണ്ടി വരും? നിക്ക്, നിന്നെ കസ്റ്റഡിയിൽ എടുത്തു. ജാങ്കോ നീ പെട്ടുറാ? ജാങ്കോ നീ പെട്ടു ട്ടാ. എത്ര വർഷം വേണ്ടി വരും ബ്രദറാ? ആൾക്കാരനുസരിച്ചിരിക്കും. ഏകദേശം 10-20. 10 ആണോ 20 ആണോ? 20 വർഷം. 20 വർഷമെങ്കിലും മിനിമം. 1 വർഷം. ഓണോ 10 വർഷം. അതായത് നിങ്ങളുടെ കാര്യമല്ല, ഇതെന്റെ കാര്യം പറയാൻ പോകുന്നു. ഒരു സാധാരണ ഒരു കുട്ടി LKG UKG അപ്പൊ എന്തായി? 5 വർഷം. 1 തൊട്ട് 10 വരെ, ഒരു 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയും എന്തായി? 15 വർഷം. +1 +2 17 വർഷം അല്ലേ? ഒരു ഡിഗ്രി 20 വർഷം. മിനിമം ആ ഡിഗ്രി കഴിഞ്ഞ് അവന് പല രീതിയിൽ PG ചെയ്യുകയാണെങ്കിൽ 1-2 വർഷം പിടിക്കും. അത് കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞാലാണ് അവനൊരു ജോലിയിൽ ഇത് കിട്ടുള്ളൂ. എന്തായാലും നമ്മുടെ ഇരിക്കോ അങ്ങനെ ഈ പറഞ്ഞു 25 വർഷം വേണമെന്ന് പറഞ്ഞു. നല്ലൊരു കയ്യടി കൊടുത്ത ആൾക്ക്. ശരിയല്ലേ? 25 വർഷം വേണ്ടി വരും സാധാരണക്കാരായ കുടുംബം അല്ല സാറേ? ശരിയാണോ ഞാൻ പറയുന്നത്? ശരിയല്ലേ? അപ്പൊ വളരെ സന്തോഷം. താങ്ക് യു. ഇരിക്കൂ. ഇരിക്കാറായിട്ടില്ല, നീ പെട്ടു. അപ്പോ ലെവിൻ പറഞ്ഞത് 20-25 വർഷം വേണം. അതായത് ഇദ്ദേഹം ഈ പഠിച്ച് റിലാക്സ് ചെയ്ത് നിൽക്ക്, ടെൻഷൻ അടിക്കാണ്ടിക്ക്. ഒരു ടെൻഷൻ ഉണ്ടല്ലോ നിന്റെ. നമ്മള് ചില ആൾക്കാരെ കേസ് പിടിക്കുമ്പോൾ ചോദിക്കേ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഇല്ലേ സാറേ? എന്തെങ്കിലും കുഴപ്പമുണ്ടാ? ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും വശപശൊക്കെ ഉണ്ടോ? കുഴപ്പമില്ല. എന്ത് കുഴപ്പമുണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും ഇവന്റെ ഹാർട്ട് എന്ത് ചെയ്യും? ഹാർട്ട് അടിക്കാൻ തുടങ്ങും. അപ്പൊ നമ്മൾ പതുക്കെ എന്ത് ചെയ്തു? ഇങ്ങനെയൊക്കെ പിടിച്ചു നോക്കുമ്പോൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും? ഹാർട്ട് നമ്മുടെ കൈമൊന്ന് അടിക്കുന്നുണ്ടാവും. മനസ്സിലായ? അപ്പൊ എന്തായി? അവൻ പെട്ടു. അവൻ നീ പെടണ്ട, നമ്മൾ വളരെ റിലാക്സ് ചെയ്ത്. ഓക്കെ. അപ്പോ ഒരു കുട്ടി അവന്റെ അച്ഛനും അമ്മയും എത്ര കഷ്ടപ്പാട് കഴിച്ചിട്ട് വളർത്തുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടാ? പോട്ടെ, ഒരു വിദ്യാർത്ഥി പെടുമ്പോ ആ അധ്യാപകർ എത്രത്തോളം കഷ്ടപ്പാട് കഴിക്കുന്നു? പോട്ടെ, അതിനേക്കാൾ ഉപരി ആ സമൂഹമോ, ആ രാജ്യമോ, ആ നാടോ, ഒരു നാടിന്റെയും വീടിന്റെയും ഒരു സമൂഹത്തിന്റെ വലിയ പ്രകാശഗോപുരമായി വിളയേണ്ട ഉയരേണ്ട ഒരു വിദ്യാർത്ഥി ഒരു സുപ്രഭാതം ലഹരി ഉപയോഗിച്ചുകൊണ്ട് അവൻ സമൂഹത്തിൽ എന്താവും? പ്രകാശഗോപുരമായി വിളയേണ്ട ഒരു വിദ്യാർത്ഥി കരിന്തിരി പോലെ ഈ അവസ്ഥ കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ഡ്രഗ്സ് ഉപയോഗിച്ചൊരു കുട്ടി വരുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവന്റെ ഗ്ലോ കണ്ടാവും. നല്ല നാച്ചുറൽ ഗ്ലോ, നല്ല ചുള്ളനാട്ടവൻ അല്ലേ? ചുള്ളമണിയെ. അപ്പോ ഈ ഗ്ലോ എന്താവുന്നറിയോ? കുറച്ചു നേരം കഴിയുമ്പോൾ ഈ ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ച്
വരുമ്പോൾ രാത്രി പല കുട്ടികളും ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാർ നേരം വൈകിട്ടാണ് അവര് കിടന്നുറങ്ങുക. രാവിലെ എഴുന്നേൽക്കുമ്പോഴോ അതിനേക്കാളും നേരം വൈകും. ശരിയല്ലേ? ഓക്കെ, എന്തൊരു പശ ഉണ്ടല്ലോ വെറുതെ പറഞ്ഞേട്ടാ, മനസ്സിലായ? അപ്പൊ ഞാൻ വളരെ ഫ്രീ ആയിട്ട് അപ്പൊ എന്താ ഗുണം? അപ്പോ ഇത് കാണുമ്പോ തന്നെ മിക്ക ആൾക്കാരും ഈ രാത്രി കാലത്താണ് ഇത്ര ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാർ കണ്ടമാനം യാത്ര ചെയ്യുക. യാത്ര ചെയ്യുമ്പോൾ ഒരു 3:30 മുതൽ കാട്ടുപന്നീരുമാരി ഇവർക്ക് ഉറക്കമില്ല. കണ്ണൊക്കെ കുണ്ടി പോയി, ഇവന്റെ ഗ്ലോയൊക്കെ പോയി, മുടിയൊക്കെ വെഞ്ചാമരമാരിയായി, ഈ കയ്യിലെ നഖമൊക്കെ ഇല്ലേ പല കളറാവും. മനസ്സിലായ? ഇത് നാച്ചുറൽ ആയിട്ട് കളറാണ്. മനസ്സിലായ? നഖമൊക്കെ പൊട്ടിപ്പോവും, മുടിയൊക്കെ പൊട്ടിപ്പോവും. ഡ്രഗ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ഇതിന്റെ എല്ല് പെട്ടെന്ന് ഒടിയാൻ തുടങ്ങും. ഒടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചിഹ്നഭിന്നം. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ പല്ലൊക്കെ ഇല്ലേ, പുഴുപ്പല്ല് എന്ന് പറഞ്ഞ ഒരു സംവിധാനം ഉണ്ടല്ലോ. നമ്മുടെ ബോഡി ഒരു അസിഡിറ്റി ആൽക്കലി റേഷ്യോയിലാണ് ബോഡി നിൽക്കേണ്ടത്. കൂടുതൽ അസിഡിറ്റി ആകുമ്പോൾ എന്തുണ്ടാവും? നമ്മുടെ ശരീരത്തിലെ നാച്ചുറൽ കാൽസ്യം കുറഞ്ഞു പോകും. ഓട്ടോമാറ്റിക്കായിട്ട് പല്ലിൽ നിന്ന് കാൽസ്യം എടുത്തുകൊണ്ട് ബോഡി ഇതേപോലെ ഇദ്ദേഹത്തിന്റെ ഫേസൊക്കെ പോയി, കാണാനൊക്കെ ഭംഗി പോയി. ലാസ്റ്റ് നമ്മുടെ ഈ വേനൽക്കാലത്ത് വവ്വാല് കണ്ടിട്ടില്ലേ നിങ്ങള്? വവ്വാല് ഒരു വവ്വാല് ഒരു കശുമാ അങ്ങനെ അങ്ങോട്ട് പപ്പടാക്കി എന്തുണ്ടാവും? അതേപോലെയാവും നമ്മുടെ നദി. മനസ്സിലായ? നിങ്ങൾ അങ്ങനത്തെ ആൾക്കാരെ കാണാറില്ലേ? കണ്ടിട്ടില്ലേ? അമിത വേഗത്തിലൊക്കെ വണ്ടി ഓടിച്ച് ഭയങ്കര സ്പീഡിൽ പോയിട്ട് അപ്പുറത്തെ ജംഗ്ഷനിൽ അവർ വേറെ നിൽക്കുന്നുണ്ടാവും. എന്തിനു പോയെന്ന് അവർക്കറിയില്ല, നമുക്കറിയില്ല. ശ്രദ്ധിച്ചിട്ടില്ലേ? ഭയങ്കര കണ്ടിട്ടില്ലേ നിങ്ങള്? ഒറ്റ വിടല്ല വിട്ടിട്ട് അപ്പുറത്തെ ബസ് സ്റ്റോപ്പിലേക്കുമ്പോൾ അവർ ഇവിടെ നോക്കിയിട്ടുണ്ടാവും. അവർ വളരെ റിലാക്സ് ചെയ്ത്. എന്തിനാന്ന് വെച്ചാൽ നമുക്കറിയില്ല, അവർക്കറിയില്ല. മനസ്സിലായ? അപ്പൊ ഇതേപോലെയാണ് ഇത്തരം കുട്ടികളെ നമ്മുടെ ഇടയിൽ കണ്ടു. നമ്മൾ എന്ത് ചെയ്യുക? അതൊന്ന് എൻഫോഴ്സ്മെന്റ്, 2 ബോധവൽക്കരണം, 3 അടുത്ത പരിപാടി ഒരാളെ കണ്ടെത്തി നമ്മൾ എന്താ ചെയ്യുക? നേരത്തെ പറഞ്ഞില്ലേ ഞാൻ, വലിയ നഷ്ടമാണ് രാജ്യത്തിനിടെ ഒരു കുട്ടി നഷ്ടപ്പെടുമ്പോൾ. എന്തു ചെയ്യും? നിങ്ങളുടെ ഇടയിൽ ഒരു കുട്ടിയെ കണ്ടെത്തി, നമ്മുടെ കൂട്ടുകാരനാണ്, എന്താ ചെയ്യുക നമ്മള്? അവ നശിപ്പോട്ടെ അല്ലേ? അങ്ങനെ വേണ്ടേ? അവ നമ്മളെ കൂട്ടുവിട്ടു. സ്കൂൾ കണ്ടില്ല, പല സ്കൂളുകളിൽ ലഹരി ഉപയോഗിച്ച് കുട്ടി കണ്ടു കഴിഞ്ഞാൽ ഉടനടി PTA മീറ്റിംഗ് കൂടി. അല്ല PTA മീറ്റിംഗ് കൂടി. അപ്പൊ പ്രധാനപ്പെട്ട അധ്യാപകൻ വന്നു. ഇവൻ എന്ത് ചെയ്തു? ഇവൻ എന്തായി? ഇവൻ യൂദാസും അതിൽ മുദ്ര കുത്തി ഇവനെ പുറത്താക്കുമ്പോൾ അവൻ പുറത്തു പോയിട്ട് ഇവൻ സ്കൂളിലേക്കാണ് രാവിലെ വൈകുന്നേരം നോക്കുക. അല്ല സാറേ, രാവിലെ വൈകുന്നേരം നോക്കുമ്പോൾ ഇവന് കൂട്ടാളികൾ വരിക. അപ്പൊ ഇവന്റെ ആഗ്രഹം എന്താണ്ടാവുക? പുറത്താക്കിയ ഒരു പിശാച് എന്തുണ്ടാവും? അവന് ആഗ്രഹം എന്തുണ്ടാവുക? അകത്ത് കയറാൻ പറ്റില്ല. PTA കമ്മിറ്റി, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി പറഞ്ഞു, ഈ പിശാചായി നീ ഭൂലോക ഫ്രോഡായി, നിന്നെ ചവിട്ടി പുറത്താക്കി, നീ വരുമെന്ന് പറഞ്ഞാൽ അവൻ പോവോ? അവന്റെ ലക്ഷ്യം എന്താ? അവൻ ആ സ്കൂളിനും ആ വിദ്യാർത്ഥികളെ ഒരു കൂട്ടത്തെ നശിപ്പിക്കാതിരിക്കുമോ? നശിപ്പിക്കൂ അല്ലേ? ഓക്കെ, കറക്റ്റ്. തൃശ്ശൂർ ജില്ലയിൽ ഏകദേശം ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി, അതായത് നഴ്സിംഗ് സ്കൂൾ തൊട്ട് ITI തൊട്ട് അങ്ങനെ 1000-ഓളം സ്കൂളുകളുണ്ട് തൃശ്ശൂർ ജില്ലയിൽ തന്നെ, പ്രൈവറ്റ് സ്കൂളിൽ. അപ്പൊ 1000-ഓളം സ്കൂളുകൾ ഉണ്ടെങ്കിൽ ഒരു വർഷം 10 പിശാചുകൾ ഉണ്ട് വിചാരിക്കുക. ഒരു വർഷം അപ്പോ എന്തുണ്ടായി? 10,000 പേരെ ഒരു വർഷം. ശരി, ഓക്കെ. ഒരു 5 വർഷമാണെങ്കിലോ ഒരു 50,000 പേരുണ്ടോ? അതല്ലേ? നമ്മുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കൽ സെല്ലുകൾ പോലെ ഇവരിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. അപ്പൊ അത്തരം കുട്ടികളെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾ ഉടൻ തന്നെ എല്ലാ ജില്ലകളിലും എക്സൈസിന്റെ നേതൃത്വത്തിൽ ജില്ലാ വിമുക്തി അഡിക്ഷൻ സെന്ററുകളുണ്ട്. അവിടെ നിങ്ങൾ വരിക. സാറേ, ഇങ്ങനെ നമ്മുടെ ഒരു കൂട്ടുകാരുണ്ട് ലവിനെ, നമ്മുടെ ചങ്ങാതിയാണ്, എൻ്റെ ഒപ്പം പഠിക്കുന്നവനാണ്, അവൻ നന്നാവണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നന്നാവണമെന്ന് ആഗ്രഹമില്ല. അത്തരം കുട്ടികളെ നിങ്ങൾ ഓരോ അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുവന്ന് അതിനാവശ്യമായ നല്ല ചികിത്സ, അവൻ്റെ മാതാപിതാക്കളെ കൊണ്ട് നല്ല കൗൺസിലിങ്, അതിനോടൊപ്പം ശാസ്ത്രീയമായ രീതിയിലുള്ള ചികിത്സയ്ക്ക് വേണ്ടിയുള്ള മരുന്നുകൾ, ഇതൊക്കെ ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട്. ലവീൻ, നിന്നെ ഒഴിവാക്കി അടുത്ത പ്രാവശ്യം പിടിക്കാട്ടാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? മൂന്നാമത്തെ രീതിയിൽ അഡിക്ഷൻ. ഓക്കെ, മനസ്സിലായില്ല? 1 എൻഫോഴ്സ്മെന്റ്, 2 അവയർനെസ് പ്രോഗ്രാം, 3 അഡിക്ഷൻ. ഈ 3 രീതി കൂടെ മാത്രമാണ് നമ്മുടെ നാട്ടില് ഇത്ര ലഹരിക്കെതിരെ പോരാടാൻ നമുക്ക് സാധിക്കുള്ളൂ. ഇല്ലെങ്കിലോ എന്തുണ്ടാവും? ഓരോ പ്രദേശത്തും ഒരുപാട് ലഹരിക്ക് അടിമകളായ കുട്ടികൾ കൂട്ടം കൂടി സമൂഹത്തിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാവും. ഓക്കെ, കഴിഞ്ഞു. ഇനി കുട്ടികള് ഈ അധ്യയന വർഷം അവസാനിക്കുന്ന സമയത്ത് ചെറിയ കുട്ടികളൊക്കെ പല സ്ഥലത്ത് ഈ മദ്യം കഴിക്കുന്ന ഒരു പരിപാടികളുണ്ട്. നിങ്ങളുടെ സ്കൂളിൽ ഉണ്ടാവാറുണ്ടോ?
ഇല്ല. മദ്യം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. വേണ്ട. ബീറ് കുടിക്കുന്ന രീതികൾ ഉണ്ടാവാറുണ്ടോ സ്കൂളില്? ഏത് സ്കൂളിൽ പഠിക്കുന്നത്? കാണിച്ചോളങ്ങര. എത്ര പഠിക്കുന്നത്? +1. അവിടെ ഈ പരിപാടി ഇല്ല. ഓണ പറയുന്നിട്ടാ, കേരളത്തിൽ മുഴുവൻ കള്ളറിന്റെ മെയിൻ സാധനം കാണിച്ചോളങ്ങര. അതില്ലേ കളിക്കുന്ന ഭാഗത്ത അല്ലേ? അപ്പൊ ഞാൻ ഒരു ഒറ്റ കാര്യം പറയാം. ഞാൻ ഇതിലേക്ക് പറയുന്നതിന് മുമ്പ്, ഈ പല കുട്ടികളും മദ്യം ഉപയോഗിക്കുന്ന പരിപാടി ഉണ്ട്. നമ്മൾ പല പ്രാവശ്യം ഇങ്ങനെ സ്കൂൾ അടയ്ക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇന്ത്യൻ ഭാഷ വരെ ചെല്ലുമ്പോൾ പല ബാത്റൂമിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ പല ഗ്രൗണ്ടുകൾ അല്ലെങ്കിൽ പല മരച്ചുകൂടിലൊക്കെ സൈഡിലിരുന്ന് പിള്ളേർ കുടിക്കുന്ന ഒരു ശീലം കാണാറുണ്ട്. നിങ്ങൾക്ക് അറിയാതെ എന്നോട് പറഞ്ഞില്ലെങ്കിലും. പോട്ടെ, വോട്ട് ചെയ്യാനുള്ള പൈസ എത്രയാ? ഉറപ്പാണോ? 16? പോട്ടെ, മദ്യം വാങ്ങിക്കാനും കുടിക്കാനുള്ള പൈസ ഉണ്ട്, അതറിയോ? 20, 21, 26, 23. വിവാഹം കഴിക്കാനുള്ള പൈസ എത്രയാ? വിവാഹം കഴിക്കാനുള്ള വയസ്സ് പുരുഷന്മാർക്ക് അത് ശരിക്കും പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? അതായത് 18 വയസ്സിലാണ് എല്ലാവരും വോട്ട് ചെയ്യുക. ഓക്കെ, 21 വയസ്സിലാണ് നമ്മള് വിവാഹം ആണുങ്ങൾ കഴിക്കുക, പുരുഷന്മാര്. 18 വയസ്സിൽ വോട്ട് ചെയ്ത് 21 വയസ്സിൽ നമ്മള് വിവാഹം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ട് 23 വയസ്സിലാണ് മദ്യം മേടിക്കാൻ പാടുള്ളൂ, കുടിക്കാനും പാടുള്ളൂ. അത് നല്ലൊരു അറിവാണ്. മനസ്സിലായ? എന്താ കാരണം? നിങ്ങളുടെ ഏരിയയിൽ അങ്ങനെ ഒരു മദ്യം വിൽപ്പന നടത്തുന്ന വല്ല സ്ഥാപനങ്ങൾ, ലൈസൻസ് സ്ഥാപനങ്ങൾ, ബീവറേജ് ആവട്ടെ, കള്ള് ഷാപ്പ് ആവട്ടെ, ബ്രാൻഡി ഷാപ്പ് ആവട്ടെ, ഏത് സ്ഥാപനങ്ങളാണെങ്കിലും ഇത്തരം കുട്ടികള് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിന്റെ പേരിൽ അബ്കാരി ആക്ട് അനുസരിച്ച് അവർക്കെതിരെ കേസെടുക്കുക. മനസ്സിലായ? പിന്നെ നിങ്ങളിൽ മദ്യം 23 വയസ്സിന് താഴെ വെച്ച് കഴിഞ്ഞാൽ ഏത് കുട്ടികൾ, ആൺകുട്ടിയാലും പെൺകുട്ടിയാലും അബ്കാരി ആക്കിയിട്ട് 15A പ്രകാരം കേസ് എടുക്കാം. മനസ്സിലായ? അപ്പൊ നിങ്ങള് ഇത് കൈവശം വെക്കുന്നത് പോലും കുറ്റകരമാണ്. ഓക്കെ, ഇനി അടുത്ത വിഷയത്തിലേക്ക് പോകാം. നേരത്തെ ഒരു 1-2 പ്രൊഡക്ട്സ് കൂടി ഞാൻ പറയാം. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കവാടം എന്താ? ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കവാടം എന്ന് പറയുന്നത് ഏതാ? 10ാം ക്ലാസ്. അതാണോ? ആണോ? അവൻ കൂട്ടുകാരനാണോ? അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ന് പറയാം അല്ലേ? ശരിക്കും തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കവാടം എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനാണ്. +1, +2, VHSC. അവിടെ നിന്നാണ് നമ്മൾ ഏത് വിഷയത്തിലേക്കും സ്പെഷ്യലൈസ് ചെയ്ത് പഠനം ആരംഭിക്കുന്നത്. ഓക്കെ, +1, ഇതേപോലെയാണ് നമ്മുടെ കുട്ടികൾ കൂടുതൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആദ്യമായിട്ട് വലിയ നേരത്തെ പറഞ്ഞ ഡ്രഗ്സുകളൊന്നല്ല. ആദ്യമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഫസ്റ്റ് ഉപയോഗിക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നവും ഹാൻഡ്സ് പോലത്തെ വസ്തുക്കളൊക്കെയാണ്. സ്കൂളിന്റെ 100 വാരയ്ക്കുള്ളിൽ വിൽപ്പന നടത്തുന്ന നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾക്ക് പോലീസിനും എക്സൈസിനും വിവരം അറിയിക്കാം. എന്താ കാരണം? ആ സ്കൂളിന്റെ പരിധിയിൽ ഇത്തരം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ലഭ്യത കുറച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെയാണ്. അവിടെ അധ്യാപകർ ചിലപ്പോൾ അറിയണമെന്നില്ല, നിങ്ങൾക്ക് അറിയാൻ സാധിക്കുള്ളൂ. അതിൽ അടങ്ങിയിരിക്കുന്ന കുറച്ച് വസ്തുക്കളെ ഞാൻ പറയാം. അതായത് നിങ്ങൾ അടയ്ക്കാണ്ടില്ലേ? അടയ്ക്ക അത് ഇതിൽ നിന്ന് നടുവെട്ടുക. വെട്ടുമ്പോൾ ഒരു വെളുത്തൊരു ഭാഗമുണ്ടാവും, ഒരു മധുരം പൊള്ളത്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? അത് കഴിച്ചിട്ടുണ്ടോ? അതില് അരിക്കോളിൻ എന്ന് പറയുന്ന മാരകമായ അഡിക്ഷൻ വരുന്ന സാധനമാണ് അടക്കയുടെ നടുവിലത്തെ വെളുത്ത ഭാഗം. ഈ സാധനത്തിലെ അരിക്കോളിൻ എന്ന് പറയുന്ന വസ്തു ഉള്ളതുകൊണ്ട് ക്യാൻസർ സെല്ലുകളെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് അടക്കയുടെ നടുവിലത്തെ ഭാഗം. ഈ സാധനം അതിലിടും. കൂടാണ്ട് 3000-ൽ പല രാസപദാർത്ഥങ്ങൾ അതിലുണ്ട്. ഇത് കൂടാതെ നമ്മുടെ ഇവിടുത്തെ ചില്ലില്, നമ്മുടെ ഗ്ലാസ് വിൻഡോസ് ഒക്കെ ഇല്ലേ, ആ ഗ്ലാസ് പ്രത്യേക രീതിയിൽ മെഷീനറി ഉപയോഗിച്ച് പൊടിച്ച് അത് ഇതിൽ ചേർക്കും. ഇത് എല്ലാം കൂടി മിക്സ് ചെയ്ത സാധനം നല്ല കളറിൽ, മഞ്ഞ കളറിൽ, നല്ല പഴവർഗത്തിന്റെ കളറിൽ പാക്കറ്റൊക്കെ വെച്ച് അതിൽ നല്ല പലതരം രാസവസ്തുക്കൾ ഇട്ടാണ്ട് തരും. ഓക്കെ, ഇത് എവിടെ ഇടുക? എവിടെ ഉപയോഗിക്കുക? നാക്കിന്റെ അടിയിൽ. ഓക്കെ, ശരി. അല്ലെങ്കിൽ ഇതിന്റെ ഇവിടെ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും മൈക്രോ നെർവസ് ഒന്ന് മലദ്വാരം, മൂത്രമാണ്, പിന്നെ ഈ ഭാഗങ്ങളാണ്. ഇവിടെ ഇത് ഇടുമ്പോൾ ഓട്ടോമാറ്റിക് ആയി നമ്മളെ ഇവിടെ ചെറുതായിട്ട് പൊട്ടി അത് പെനിട്രേറ്റ് ചെയ്ത് ഓരോ കോശങ്ങളെയും കോശകലകളും ഉത്തേജിപ്പിക്കും. നമ്മുടെ തലച്ചോറിനെയും നമ്മുടെ ആന്തരിക അവയവങ്ങളെ നമ്മുടെ ഓട്ടോമാറ്റിക് കൃത്രിമമായിട്ട് ഉത്തേജിപ്പിക്കും. ഇതുകൊണ്ടാണ് അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന വാർക്കപ്പണിക്കാർ അല്ലെങ്കിൽ ഇത്തരം ഡ്രൈവർമാർ ഇത്തരം കാര്യങ്ങളൊക്കെ ഇവർ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇനി പല ആൾക്കാരും ഇത് ഉപയോഗിച്ച് അത് പൊട്ടാൻ തുടങ്ങും, വ്രണമാവും, പഴുക്കും. മനസ്സിലായ? ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ
വായല് ബ്രഷ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് പൊട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങോ? എന്തായാലും 1, 2, 3 ആഴ്ച വരെ നമ്മുടെ ഉള്ളില് ഉണങ്ങില്ല. മനസ്സിലായ? അപ്പൊ ഈ ഇതുപോലത്തെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് പൊട്ടുകയാണെങ്കിൽ എന്തുണ്ടാവും? ആഴ്ചകളോളം മാസങ്ങളോളം നിൽക്കും. ഇന്ന് പല ഡിവോഴ്സ് കേസുകൾ പോലും ഡി അഡിക്ഷൻ സെന്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ടോ ഡിവോഴ്സിന് കാരണക്കാരൻ എന്നറിയോ? സ്വന്തം കെട്ടിയവൻ ക്യാൻസ് ഉപയോഗിച്ച് വായ പൊട്ടി മോശമായിട്ട് നാശമായിട്ട് കട്ടിലിന്റെ അടി കിടക്കുക, ചവിട്ടി താഴ്ത്തിക്കിടാൻ പറ്റുമോ? പക്ഷേ ഈ പിശാച്ചിനെ വിഷമിക്കുക. അങ്ങനെ ഡിവോഴ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ പ്രദേശത്തുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ പോലീസിനും എക്സൈസിനും വിവരം അറിയിച്ചുകൊണ്ട് അത്തരം സ്ഥാപനങ്ങൾ നിങ്ങൾ ലോക്ക് ചെയ്യണം. ഓക്കെ. ഇനി 1-2 പ്രൊഡക്ട്സ് കൂടി പറയാം. നേരത്തെ ആ തുള്ളന്റെ പേര് ഗ്ലാനറ്റ്. അദ്ദേഹം പറഞ്ഞത് കഞ്ചാവ് എന്ന് പറയുന്നതാ. നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട് അല്ലേ? ഇത് എന്താ സാധനം അറിയോ? ഒരു തരം സസ്യാണ്. ഇതിന്റെ ഇലയും പൂവും എല്ലാം കൂടി സമൂലമായി ഉണക്കും. ഈ ഉണക്കിയിട്ടാണ് നമ്മുടെ ഇവിടെ വിൽപ്പന നടത്തുന്നത്. തമിഴ്നാട്ടിലൊക്കെ 2000, 3000, ഒറീസയിലൊക്കെ 5000, 10000 ഒക്കെ വില ഉണ്ട് പറയുന്നുണ്ട്. ഇവിടെ എത്തുമ്പോൾ എന്താ വില എന്ന് അറിയോ? ലക്ഷങ്ങളാണ് വില വരുന്നത്. അത് എന്തുണ്ടാവുന്നത്? കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് നമ്മള് പച്ച മഞ്ഞളിട്ടില്ല എല്ലാവരും? ഇതാണ് ഒടിക്കുമ്പോൾ നടുവിൽ ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഭാഗം കണ്ടിട്ടില്ലേ? ഇതാണ് കുർക്കുമിൻ എന്ന് പറഞ്ഞ എക്സ്ട്രാക്ട്. മഞ്ഞളിന്റെ എക്സ്ട്രാക്ട് കുർക്കുമിനാണ്. ഈ കുർക്കുമിനാണ് മഞ്ഞളിന്റെ ഏറ്റവും ഗുണപരമായ സാധനം. ഇതുപോലെ ഞാൻ മുമ്പ് ഒരു ഒറ്റ കാര്യം പറയാം. നമുക്ക് ചില ആൾക്കാരെ കാണുമ്പോൾ ഇഷ്ടം തോന്നാറുണ്ടോ? ഇല്ല. ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ദേഷ്യം തോന്നാറുണ്ടോ? ഉണ്ട്. നമുക്ക് യാതൊരു പരിചയം ഉണ്ടാവില്ല, എന്നാലും ഇഷ്ടം തോന്നാറുണ്ട് ഇല്ലേ? ദേഷ്യം തോന്നാറുണ്ടോ? ഒരു വികാരമില്ലാത്ത മനുഷ്യനാണോ? ഇടയ്ക്ക് തോന്നുള്ളൂ. എപ്പോഴാണ് ഇടയ്ക്ക് തോന്നുന്ന സമയം? അല്ല. ഓക്കെ. നമുക്ക് ചില ആൾക്കാരെ കാണുമ്പോൾ ഇഷ്ടം തോന്നാറുണ്ടോ? ഇല്ല. ഇഷ്ടം തോന്നാറില്ല. ദേഷ്യം തോന്നാറുണ്ടോ? അതുമില്ല. ഈ സൈസ് ആൾക്കാരെ എങ്ങനെ ശരിയാക്കി എടുക്കുക നമുക്ക്? ഒരു നിർവികാരമായ ആൾക്കാരെ. എന്തായാലും നമുക്ക് വേറെ ചുള്ളനെ വിളിക്കാം. ഇവിടെ തരാം ചുള്ള. എന്റെ പേര് ആദ്യത്തെ ലവേ. നിന്നെ വിട്ടുപിടിച്ചു, ഇവനെ പിടിച്ചു പോരാ. അങ്ങനെ ആദിത്യനാണ് നമ്മളെ പിടികൂടുന്നത്. കുഴപ്പക്കാരനാണോ? മര്യാദക്കാരനാ? ഏത് ജില്ല? പാലക്കാട് മൊത്തം മര്യാദക്കാരാ. അവരെന്തറിയോ? അവർ തമിഴ്നാട്ടിലേക്ക്, പോണ്ടിച്ചേരി, കർണാടകയിലേക്ക് മര്യാദ കയറ്റുമതി ആൾക്കാരാ. കേരളത്തിലെ ഏറ്റവും മര്യാദക്കാര് പാലക്കാട് ജില്ലക്കാരാട്ടാ, മോശക്കാരല്ല. എവിടെയാ വീട്? ചിറ്റൂർ. ഓ, പച്ച വാങ്ങണം അവര്. ഈ കൊഴിഞ്ഞാമ്പാറ, ചിറ്റൂര് ഭാഗത്തുള്ള ആൾക്കാരില്ലേ, അവര് കുറെ മര്യാദക്കാരാ. അതായത് തമിഴ്നാട് തൊട്ടടുത്താ. ഈ തൃശ്ശൂരിന്റെ അടുത്ത് നോക്കുന്ന ആൾക്കാരില്ലേ, അത് ആലത്തൂര്, വടക്കാഞ്ചേരി, അവര് ഇല്ലാടികളാ. നമ്മൾ ബസ്സിൽ കയറുകയാണ്. ആ ബസ്സിൽ കയറുമ്പോൾ ഒരു പ്രായമായ അപ്പൂപ്പൻ വന്നു. നമ്മളെന്ത് ചെയ്യും? മാറി കൊടുക്കും. ആർക്ക്? ആ അപ്പൂപ്പൻ പ്രായമുള്ള ആളാണ്, അദ്ദേഹത്തിന് നമ്മൾ എഴുന്നേറ്റ് കൊടുക്കുക. അതൊരു മാന്യതയാണ്. ശരിയല്ലേ? അപ്പൂപ്പൻ ഒരു പെടക്കാലിട്ട് തട്ടിയിടും ഇല്ല അല്ലേ? തട്ടിയിട്ടില്ല. അത് ചെയ്ത് തെറ്റാണെന്ന് നമുക്കറിയാം. ആ അപ്പൂപ്പനെ നമ്മൾ ബഹുമാനിച്ചു. ഇത് ആരാ പറയുന്നറിയോ? ഈ ഫ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് ആണ് ഇവരുടെ പണിയാണ്. അതായത് ഒരു കുട്ടികളെ വന്നു, അവരെ നമ്മൾ മാന്യമായിട്ട് പെരുമാറി. എന്താ വിശേഷം? അല്ലെങ്കിൽ ഒരു ആപത്ത് വന്നു, ഓടിക്കൂടാനും സഹായിക്കാനുള്ള മനസ്സ്. ഇങ്ങനെ നിരവധി കാര്യങ്ങള്. ഇതൊക്കെ ചെയ്യുന്ന ഡ്യൂട്ടി ആരെയാ? ഈ പോർഷന്റെ ആണ്. ഇത് എവിടെയാണ് സൂക്ഷിച്ചു വെച്ചേക്കുന്നത്? നന്മയുടെ കലവറ. അല്ലെങ്കിൽ നേരത്തെ ആ സാറ് പറഞ്ഞ ഫിസിക്സിൽ എന്താ പറയുക, ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് കാണിച്ചു തന്നു, അത് മനസ്സിലാക്കി തന്നു. ഈ മനസ്സിലാക്കിയ പല കാര്യങ്ങൾ അദ്ദേഹം കണ്ടുപിടിച്ചല്ലോ. മുന്നാരോ കണ്ടുപിടിച്ച ശാസ്ത്രമാണ്. ആ ശാസ്ത്രം അദ്ദേഹം പഠിച്ചു. അദ്ദേഹം നിങ്ങളിൽ കൂടി മറ്റുള്ളവർ പകർന്നു കൊടുക്കാൻ വന്ന ഒരു അധ്യാപകനാണ് അല്ലെ? ആ പഠിച്ചത് നിങ്ങൾ എത്ര വർഷം കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെ അതിരപ്പള്ളിയിലെ ഈ ഓർഗനൈസേഷൻ വന്ന് ക്ലാസ് നയിച്ചത് നല്ലൊരു കാര്യമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ലെവിനൊക്കെ ഓർക്കുക. അന്ന് ആ സാറ് പിടിച്ചത് നിന്നെ അന്ന് പിടിച്ചതല്ലടാ. ശരിയല്ലേ? അന്ന് ആ എക്സൈസുകാരൻ വന്ന് പിടിച്ചത് നിന്നലടാ ലെവിനെ നോക്കിയില്ലേ? അപ്പൊ നിങ്ങൾ ആരാവും? ചിലപ്പോ വല്ല ഉത്തരാഖണ്ഡിലെ കളക്ടറായിരിക്കും. നിങ്ങള് ചിലപ്പോൾ മിടുക്കരായി പഠിച്ചു വല്ല ജോലിക്കാരായിരിക്കും. എന്തായാലും LD ക്ലർക്കില്ല ആവണട്ടാ. ഓക്കെ. അങ്ങനെ
ഇവന്റെ തലച്ചോറ് പഞ്ചായത്ത് സെക്രട്ടറിയാ എൽഡിക്കാർക്ക് അത് ഞാൻ പറഞ്ഞുതരാം, അത് പിന്നീട് പറഞ്ഞുതരാം. അപ്പോ ഇവന്റെ ലിംബിക് സിസ്റ്റത്തില് പ്രധാന 5 വയസ്സ് കാലയളവിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓർത്തു വയ്ക്കാൻ പറ്റാവുന്ന കാര്യങ്ങളുണ്ടാവും. അതായത് നമ്മൾ ചെറിയ കുട്ടിക്കാലത്ത് നല്ല ലഡു തന്നു, എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ എൻ്റെ നോക്കണ്ട, ലഡു, നല്ല വസ്ത്രങ്ങള്, നമ്മൾ സൗഹാർദ്ദപരമായ ഇടപെടലുകൾ, നന്മയായ കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളുടെ തലച്ചോറിൽ ലിംബിക് സിസ്റ്റത്തിലും ആ ന്യൂറോ ട്രാൻസ്മിറ്ററുകളും ന്യൂറോൺസിലും ഒക്കെ സേവ് ചെയ്ത് വെച്ചേക്കാണ്. ആ നേരത്താണ് സാറിന്റെ പേരെന്നാ രാകേഷ് എന്ന് പറഞ്ഞ ചങ്ങാതിനെ പോലത്തെ ആളാണ് എനിക്ക് ലഡു തന്നു വെച്ചാലോ, ലിംബിക് സിസ്റ്റത്തിലെ ആ രൂപം പോലത്തെ ആളെ ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടോ. ആ നേരത്താണ്. നിങ്ങളുടെ പേരെന്താ? നിങ്ങളുടെ പേര് സജിത്തിനെ പോലത്തെ രൂപമുള്ള ആളാണ് നട്ടൽമുരി ഇടിയെന്നാണ്. എന്തുണ്ടാവും? അപ്പൊ നമ്മൾ വരുമ്പോ എന്നെ സജിത്ത് വരുമ്പോഴേ ഒരു പിശാച് വരടാ എന്ത് പറയും? ഈ തലച്ചോറിലത്തെ ആ സെല്ല് പറയും. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, ഇത് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാ. കഞ്ചാവ് എന്ന് പറയുന്ന ഇതിലെ ഏറ്റവും വീര്യം കൂടിയതും ഏറ്റവും സസൂക്ഷ്മമായ രാസപദാർത്ഥമാണ് THC, ടെട്രാഹൈഡ്രോ കന്നാബിനോൾ. ഈ സാധനം നമ്മുടെ കുട്ടികൾ ഇത് വലിക്കുമ്പോൾ ആ വലിക്കുന്ന അതായത് ഇന്നലെ ട്യൂഷൻ ക്ലാസ്സിലോ ഇന്നലെ പഠിച്ച വിഷയങ്ങളോ അധ്യാപകരോ പല നന്മയായ കാര്യങ്ങൾ മുഴുവൻ ലിംബിക് സിസ്റ്റത്തിൽ സേവ് ചെയ്ത് വെച്ചേക്കാണ്. ആ സ്ഥലത്ത് പോയിട്ട് ഈ കഞ്ചാവിന്റെ മെയിൻ രാസപദാർത്ഥമായ THC, ടെട്രാഹൈഡ്രോ കന്നാബിനോൾ എന്നുള്ള സാധനം എന്ത് ചെയ്യും? ആ കോശങ്ങളെ നാശം വരുത്തും ചെയ്യും. ആ കോശങ്ങൾക്ക് പുനർജീവനം സാധ്യമാവില്ല. അപ്പൊ എന്തുണ്ടാവും? അവിടെ നിർദ്ദേശം നമ്മുടെ ഈ ട്രാഫിക് പോലീസ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ, ഇവിടേക്ക് വരുന്ന സിഗ്നലുകൾ മുഴുവൻ ബ്ലോക്ക് ആവും. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ പല പേപ്പറിൽ വായിക്കാറില്ലേ, ഒരു തട്ടുകടയിൽ ചെന്നു, ഓംലെറ്റിന് ഉപ്പില്ല. എന്നിട്ടായി ഓംലെറ്റിന് ഉപ്പില്ലാണ്ടായപ്പോ ആ വാശിക്ക് ആ കട തല്ലേ വിളിച്ചു. നമ്മുടെ വീട്ടിൽ ഓംലെറ്റ് ഉപ്പില്ലെങ്കിൽ അമ്മ എന്നിട്ട് പറയാ വേണമെങ്കിൽ കഴിച്ചു പോടാ. അത് വല്ല വിഷമമുണ്ടോ നമുക്ക്? അമ്മേനെ തല്ലോ, അടക്കള തല്ലി വിളിക്കോ? ഇല്ല. ഒറ്റ കാര്യം മനസ്സിലാക്കാം, മനസ്സിലായില്ലേ? ആ നേരത്താണ് കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി രാത്രി 12 മണിക്ക് കുന്നംകുളം പോലീസ് സ്റ്റേഷന്റെ 3 പിള്ളേർ കട്ടൻ ചായ കുടിക്കാൻ അയാൾ പറഞ്ഞ് പരിപാടി നിർത്തി ചേട്ടാ, അത് ചായ ഇടുന്ന് പറഞ്ഞു. ചായ ഇട്ടെന്ന് നോക്കിയപ്പോ പഞ്ചാരി ഇല്ല. അപ്പൊ ആ ചങ്ങാതി എന്താ പറഞ്ഞു? അപ്പൊ ചങ്ങാതിനെ എടുത്തിട്ട് കത്തി എടുത്തിട്ട് ഒറ്റ കുത്ത പള്ളക്കെ നോക്കുമ്പോ കുടൽ പുറത്ത് ചാടി, അയാൾ മരിച്ചു. എന്താ കാരണം? മനസ്സിലായ? അതായത് നമ്മുടെ ലിംബിക് സിസ്റ്റത്തിലെ മുഴുവൻ ഓർമ്മകളും കാര്യങ്ങളും പലതരം ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ട് നാശം വരുത്തി. ട്രാഫിക് പോലീസിന് ആവശ്യമായ സിഗ്നൽ കൊടുക്കാൻ പറ്റിയില്ല. അവന്റെ ഉള്ളിൽ എന്താ? ഭയങ്കര രോഷമാണ്. ആ നേരത്താണ് നല്ല മാനുള്ളവരൊന്നും ഇല്ലേ, കുഞ്ഞമാലയാണല്ലോ എല്ലാവരും, സഹോദരിമാരൊക്കെ കുഞ്ഞമാലിട്ടല്ല വന്നാണ്. അതെ, മാലൊന്നുമില്ല, അത് ആൾക്കാർ വന്നത്. ഓക്കെ, ആ നേരത്താണ് നമ്മുടെ ലെവിനും ആയിരത്തിനും കൂടി ഡൂക്ക് ബൈക്കിൽ രാത്രി 8 മണി 9 മണി 10 മണിക്കൊക്കെ ഇങ്ങനെ ബൈക്കിൽ വന്നിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോഴാണ് നമ്മുടെ അവിടുത്തെ മേഡത്തിന്റെ പേരെന്നാ? ഷീന മേഡം ഇങ്ങനെ നാട്ടുകാരും കാണിക്കുമ്പോൾ 5 പവന്റെ മാലിട്ട് നാത്തി പോവുക. എന്തുണ്ടാവും? ഇവർ ഓട്ടോമാറ്റിക് ആയിട്ട് 2 പിള്ളേരും എന്തെങ്കിലും ചോദിക്കും, നമ്മുടെ അപ്പുറത്തെ വീട്ടില് പൗലോസേട്ടന്റെ വീടാണ്. അപ്പോഴേക്ക് ഈ ചങ്ങാതി എന്ത് ചെയ്യും? ഏത് പൗലോസേട്ടൻ? എന്തുണ്ടാവുക? മാല പിടിച്ചു. ഞാൻ നേരത്തെ ഷീന മേഡം തന്നെ റോഡിലേക്ക് വീഴാ, റോഡിൽ വന്ന് വേറെ വണ്ടി ഉണ്ടെങ്കിൽ പ്ലീ. ശരിയല്ല ഞാൻ പറഞ്ഞത്? ശരിയാണോ? പിന്നെ നാട്ടുമ്പുറത്തെ ആൾക്കാർക്ക് വേറെ പ്രശ്നമുണ്ട്. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഈ വന്ന ആൾക്കാരെ അവിടെ വീട്ടിലേക്ക് കൊണ്ടാക്കണം. ടൗണിലാണെന്നും ഉണ്ടാവില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ നാട്ടുമ്പുറത്ത് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൗലോസേട്ടൻ ഇന്നാണ്ട അല്ല, അതല്ല. അപ്പോഴേക്കും എന്താ അവരുടെ ലക്ഷ്യം? എന്താ ഈ നേരത്തെ പറഞ്ഞ മനസ്സിലാക്കിയത്? ഈ തലച്ചോറില് അവർക്ക് സമൂഹത്തിനോട് കടപ്പാട്, ആ സഹോദരിയാണെന്നോ ഒന്നും ചിന്തയില്ല. ഇവർക്ക് എന്തായാലും ഒറ്റ ലക്ഷ്യം ഏതാ? ആ കിടക്കണം മാല. നമ്മുടെ നാട്ടിൽ ഒരുപാട് മാല പൊട്ടിക്കുന്ന സംഘങ്ങളില്ലേ? ഇഷ്ടം പോലെ ഉണ്ട്. മനസ്സിലായ? അപ്പൊ പിന്നെ ഞാൻ അടുത്ത് പോട്ടെ. നമ്മുടെ നാട്ടില് പേടിപ്പിക്കുന്നവരുടെ എണ്ണം കൂടുതലാണോ? പീഡിപ്പിക്കുന്നവരുടെ എണ്ണം കൂടുതലാണോ? അതെ. എന്താ കാരണം? ഈ ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇവരെ ഒക്കെ കണ്ണ്
നാളികേരത്തിന് മുക്കണ്ണ് പോലെ ഇരിക്കുന്നത്, 2 കണ്ണല്ല മുക്കണ്ണ് പോലെ ഇരിക്കുന്നത്. ആ നേരത്തെ ആ കുഞ്ഞെ പെൺകുഴാങ്ങൾ വരിക, എന്തുണ്ടാവും ആ നേരത്താണ് പീഡിപ്പിക്കാനും പേടിപ്പിക്കാനും തോന്നുക. മനസ്സിലായില്ല നിങ്ങൾക്ക്? അത്ര ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും പോകേണ്ടതില്ല. നമ്മളൊരു മുൻവിധി എടുക്കുക, അത്തരം ആൾക്കാർ ഇടപെടരുത്. നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കാം. ഇനി 1-2 കാര്യം കൂടി പറയാം. എന്താ പേര്? വന്നേ ഒരു കാര്യം, ഗാലനെ പിടികൂടാ നമുക്ക്. നിക്ക്, എത്ര പഠിക്കണേ? 9th. എവിടെയാണ്? വിമലഗിരി. എവിടെ? കോട്ടയാ? കോതമംഗലം. ആ പേര് എലയൻ. അങ്ങനെ തൃശ്ശൂർ ജില്ലയിലെ ഒരു ബസ് സ്റ്റോപ്പില്, ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു കുട്ടി ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ കാത്തുക്കാണ്. അപ്പൊ ഒരു സമയം ഒരു 5:30 മണി നേരം. ആ നേരത്ത് ആ ബസ് സ്റ്റോപ്പിൽ ബസ് വന്നില്ല. ആ ചേച്ചി ഓടി വന്നിട്ട് ചേച്ചി പറഞ്ഞു, മോളെ എവിടുത്തെ? ഇന്നവിടുത്തെ. വന്നു ഒരു ജ്യൂസ് കുടിക്കാന്ന് പറയും. കുടിച്ചു എന്ന് വിചാരിക്കുക. കുടിക്കാൻ പോകുമ്പോൾ ഓട്ടോമാറ്റിക് എന്തുണ്ടാവും? കുടിക്കാൻ പോകാൻ തോന്നില്ല. ഇല്ല, വേണ്ടാന്ന് പറയും. 2ാമത് നിർബന്ധിച്ചു, ഇപ്പൊ എന്തുണ്ടാവും? കുടിക്കില്ല. 3ാമത് നിർബന്ധിച്ചാല. മിക്ക ആൾക്കാരുടെ ഒരു ശീലാണ്. അതായത് ഫസ്റ്റ് നമ്മൾ ചോദിക്കുമ്പോൾ വേണ്ടാന്ന് പറയും, 2ാമത് ചോദിക്കുമ്പോൾ മനസ്സിട്ട് പറയുന്നറിയോ? എന്നിട്ട് പറയാ, ഇത് വെറുതെ കിട്ടില്ലേ, ശരി തെറ്റോ? അല്ലെങ്കിൽ 3ാമത് മനസ്സ് പറയുന്നറിയോ? ആ ചേച്ചിക്ക് വിഷമാവോ? എന്താ ടീച്ചറെ, ശരിയല്ലേ? ഇതാണ് കേസ്. അങ്ങനെ ആ കുട്ടി കുടിച്ചു. ആ കുടിച്ചു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ മുഴുവൻ ഒരുങ്ങി. വെറുതെ പറഞ്ഞേട്ടാ, ആരും പറയണ്ട. ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ മുഴുവൻ ഇന്ന് നല്ലതാണെങ്കിൽ ചീത്തകൾ കാര്യം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഇന്ന് പുതിയ ഡ്രഗ്സുകളൊക്കെ വന്നുകൊണ്ടിരിക്കുക. ഇതിൽ ചായയിലും ചോറിലും കാപ്പിയിലും ഏത് രീതിയിലും ഈ ഡ്രഗ്സുകൾ ഉപയോഗിക്കുക. നമ്മൾ വെറുതെ വന്ന് കൈയിട്ടിട്ട് വെറുതെ ഇട്ടാൽ മതി. ഈ നഖത്തിന്റെ ചെറിയൊരു പോർഷനിൽ ഒരു പൊടി പോലത്തെ ഇട്ടാൽ നമ്മൾ കാണൂല, അറിയൂല. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പതുക്കൻ അത് ലയിച്ച് ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നിറമോ മണമോ കളറോ ഒന്നുമില്ല. ഇത് കുടിച്ചു കഴിഞ്ഞാൽ കണ്ണ് തുറന്നിരിക്കും. ഈ കണ്ണ് തുറന്നിരിക്കും. അങ്ങനെ ആ പെൺകുട്ടിടാവ് ആ കുട്ടിയുടെ കൂടെ, ആ ചേച്ചിയുടെ കൂടെ ആ കുട്ടി പോയി ബസ് കയറി, ആ വേറെ കാറിൽ കയറി കൊണ്ടുപോയി ആ കുട്ടീനെ 3 ദിവസത്തോളം എവിടെ കൊണ്ടുപോയിട്ട് ആ കുട്ടീനെ പേടിപ്പിച്ചതാണോ പീഡിപ്പിച്ചതാണോ ആ കുട്ടീനെ ഉപദ്രവിച്ചു. പക്ഷെ അവർ നല്ല വീട്ടുകാർ, നല്ല തറവാട്ടുകാരും കേസിനും മറ്റനുബന്ധ നടപടികൾക്കും പോയില്ല. ഇപ്പൊ അതിന്റെ അനുജത്തിയുടെ കല്യാണം കഴിച്ചു. ചേച്ചി വീട്ടിലൊരു ഭാരമായിട്ട് നിൽക്കുക. അപ്പൊ നിങ്ങൾ പെൺകുട്ടികളായതുകൊണ്ടും ആൺകുട്ടികളായതുകൊണ്ടും, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, അപരിചിതരായ ആൾക്കാരെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുക. അങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം അച്ഛനമ്മമാരോ അല്ലെങ്കിൽ അത്ര ഉറ്റ ബന്ധുക്കളോ ദൂരക്കാഴ്ചയിലുണ്ടെങ്കിൽ കഴിക്കുക. നിങ്ങൾ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ ഒരുപാട് ഡ്രഗ്സുകൾ വന്നുകൊണ്ടിരിക്കുക. ഈ ഡ്രഗ്സുകൾക്കെതിരെ നമ്മൾ പോരാടാനൊന്നുമല്ല, നിങ്ങളെ ഉപയോഗിക്കാതിരിക്കുക. നിങ്ങളുടെ അച്ഛനമ്മമാരെ വീട്ടിൽ, നിങ്ങളുടെ ഒരു ഉദാഹരണം പറയാം, നിങ്ങളുടെ വീട്ടിൽ അച്ഛനോ അമ്മയോ ബന്ധുക്കളോ വിവാഹങ്ങൾക്കോ ആഘോഷങ്ങൾക്കോ പല പരിപാടികൾക്കോ മദ്യം ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം പറയാ, കുട്ടികൾ കാണുന്ന സമയത്ത് നിങ്ങൾ കഴിക്കരുത്. നിങ്ങൾ വീട്ടിൽ പറയാം. ഇന്നുള്ള മദ്യപാനത്തിൽ വരുന്ന 100-ൽ 20% കുട്ടിക്കുടിയന്മാര് സ്വന്തം വീട്ടിലത്തെ കുടി കണ്ടിട്ടാണ് തുടങ്ങുന്നത്. ആ കുട്ടിക്കുടിയന്മാര് ഈ കുട്ടികളില് ഇത് ആഹ്ലാദപരമായ നിമിഷങ്ങളാണ്, സന്തോഷപരമായ നിമിഷങ്ങളാണ്, നിങ്ങളുടെ കുടുംബത്തിന് സന്തോഷം കിട്ടുമെന്നുള്ള തോന്നലുകൾ കൂടിയാണ് ഒരുപാട് കുട്ടികൾ ഇത്തരം ഡ്രഗ്സുകൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഇത്തരം ലഹരികൾ ഉപയോഗിക്കണം. അതിന് അവസരം ഉപയോഗിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായ? ഞാൻ ക്ലാസ്സിനെ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സബ്ജക്ട്, ഇനി പുതിയ കുറെ ഡ്രഗ്സിനെ കുറിച്ച് ഞാൻ തന്നെ പറയുന്നില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കുറിച്ച് ചോദിക്കണമെങ്കിൽ പറയാം. ഒരു കാര്യം സത്യം, ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ സംഘടന ആംനസ്റ്റി ഇന്റർനാഷണലാണ്. ലോകത്തിലെ ഏറ്റവും വലുത്. അവരൊറ്റ ആപ്തവാക്യം, നിങ്ങൾ ഇരുട്ടിനെ ശപിക്കാതെ നിങ്ങളുടെ പ്രദേശത്ത്, നിങ്ങളുടെ പരിധിയിൽ ഒരു മെഴുകുതിരി എത്തിക്കാൻ പറ്റൂ. അത്രയും അന്ധകാരം നമുക്ക് അവിടെ നിന്ന് അകറ്റാൻ പറ്റും. അല്ലേ? നിങ്ങൾ 40 കുട്ടികള് 40 ഗ്രാമങ്ങളിൽ നിന്നും 14 ജില്ലകളിൽ നിന്നാണ് വരുന്നത്. ഈ 14 ജില്ലകളിൽ നിന്ന് വരുന്ന കുട്ടികള് നിങ്ങളുടെ പ്രദേശത്ത് 1, 2, 3 കുട്ടികളോ നിങ്ങളെ ഈ ക്ലാസ്സിൽ കൂടി ഓരോ ജില്ലകളിൽ ഒരു കുട്ടീനെ നിങ്ങൾ ഡി സെന്ററിലോ ഒരു കുട്ടീനെ ഇത്തരം കാര്യം മാറ്റി കഴിഞ്ഞാൽ ഞാൻ 200% വിജയിച്ചു, ഇവരോ 400% വിജയിച്ചു. മനസ്സിലായ? അപ്പോ ഈ ആംനസ്റ്റി ഇന്റർനാഷണൽ പറയുന്നത് നിങ്ങൾ ഇരുട്ടിനെ
ശപിക്കാതെ നിങ്ങളുടെ പ്രദേശത്ത് ചെറിയൊരു പ്രവർത്തനം ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മതി. കൂടാതെ ഒരൊറ്റ കാര്യം പറയാം, ഇന്ന് അവസാനിപ്പിക്കും. കോവിഡിന് മുൻപും കോവിഡിന് ശേഷം വല്ല മാറ്റം ഉണ്ടായില്ല മാഡത്തിനോട് അമ്മ എന്നാൽ മാറ്റം ഉണ്ടായില്ല? കോവിഡിന് മുൻപോ കോവിഡിന് ശേഷം വല്ല മാറ്റം ഉണ്ടായില്ല? മാറ്റം മൊബൈൽ ഫോൺ, പിന്നെ എന്താ പേര് മാഡത്തിന്റെ? പ്രിയ. ആഘോഷങ്ങൾ കൂടി. പിന്നെ നമ്മൾ വെറുതെ ഒരു ഡിസ്കഷൻ സാറേ, ഞാൻ തന്നെ പറയാം. അതായത് ഞാൻ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലാണ് കോവിഡ് സമയത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അന്ന് ഒരു 4-5 വർഷത്തോളം വർക്ക് ചെയ്തത്. അവിടെ വളരെയധികം ചില ആൾക്കാർ മാസ്ക് വെച്ചില്ല ഷായ് സാറേ. ഒന്ന് ഈ കയ്യുമ്പോൾ നമ്മുടെ ഗ്ലൗസ് ഉപയോഗിക്കുക, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്രിയ മേഡം പറഞ്ഞത് ആഘോഷങ്ങൾ കൂടി. നിങ്ങളുടെ വീട്ടിൽ നോക്കുക. പണ്ട് ഈ കോവിഡിന് മുൻപ് നമ്മൾ വീട്ടിൽ കുറച്ച് ഇറച്ചി വാങ്ങിക്കുക, കുറച്ച് കറികളൊക്കെ വെച്ച് സന്തോഷമായിരുന്നു. ഇന്ന് പല ആൾക്കാരും വൈകുന്നേരങ്ങൾ കുഴിമന്തി വഴി ഓടുക. ശരിയാണോ സാറേ? ശരിയല്ലേ? പണ്ടത്തേകൾ വിട്ട് ടൂർ പോകാൻ തുടങ്ങി, ആഘോഷങ്ങൾ പങ്കെടുക്കാൻ തുടങ്ങി. മിക്ക ദിവസം ആഘോഷങ്ങളാണ് അല്ലേ? എല്ലാവരും സന്തോഷിക്കാൻ വേണ്ടി നടക്കുകയാണ്. മനസ്സിലായി? ഈ പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്ന ഒരാളുണ്ടായിരിക്കും ഇല്ലേ? അവർ കൂടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. അവർ ഈ പരിപാടി വിഭാവനം ചെയ്യുന്നത് മോർണിംഗ് ഓരോ ദിവസത്തെ പരിപാടി ഷെഡ്യൂൾ ചെയ്ത് ആദ്യം അവസാനം തൊട്ട് ഒരു പരിപാടി ചെയ്യുന്നു. മനസ്സിലായ? ഒരു സംഘടന അല്ലെങ്കിൽ സംഘടനയുടെ ഒരു സംഘാടക നിലയ്ക്ക് അവർ ഒരുപാട് പ്ലാനിങ് ചെയ്തിട്ടുണ്ട്. ഈ പ്രവീൺജിയൊക്കെ പല വട്ടം വിളിച്ചിട്ടുണ്ട്. അന്നും ഇന്നും ഒരേ രീതിയിൽ പറയുന്നുണ്ട്. അല്ല പ്രവീൺജി, നിങ്ങളെ കൂടെ എക്സസൈസ് ഉണ്ടെന്ന് ഇല്ലേ? കമ്മീഷനിൽ തന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ കൂടെ നമ്മളുണ്ട്, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ശരിയല്ലേ? ഇന്ന് എൻ്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ ഒരു കൂട്ടുകാരൻ, ഇന്ന് ഞാൻ സാൽസ് അതാണ്, ഒരു പയ്യൻ ഇന്നലെ പാലയിൽ വെച്ച് അറ്റാക്ക് ആയിട്ട് മരിച്ചു. അവന്റെ ബോഡി ഇന്ന് രാത്രി 2 മണിക്ക് അവിടെ എത്തിയത്. ഞാൻ 2 മണി വരെ ഉറക്കൊളിച്ച് നിൽക്കാറ്. ഞാൻ വിളിച്ചു കൃത്യമായിട്ട്. മനസ്സിലായി? അപ്പോ ഇന്ന് എല്ലാവരും സുഖത്തിന്റെ പിന്നെ ദുഃഖത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരാളെ പറഞ്ഞുതരാൻ പറ്റൂ? നിങ്ങളുടെ അറിവിൽ പറയൂ, ദുഃഖത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരാളെ പറഞ്ഞുതരാൻ പറ്റൂ? അവന്റെ കാശ് ദുഃഖത്തിന് വേണ്ടി ചെലവഴിക്കില്ല. എല്ലാവരും സുഖത്തിന് വേണ്ടി കാശ് ചെലവഴിക്കുന്നു. ഞാൻ ഉണ്ടാക്കിയ സ്വത്തുക്കൾ മുഴുവൻ, നിങ്ങൾ ഉണ്ടാക്കിയ സ്വത്ത് മുഴുവൻ സുഖത്തിന് വേണ്ടിയാ. നിങ്ങളുടെ അച്ഛനമ്മമാര് സുഖത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ മക്കളും സുഖത്തിന് വേണ്ടി ഉപയോഗിക്കില്ലേ? ഭക്ഷണമാവട്ടെ, മറ്റുള്ള ഏത് രീതിയിലാവട്ടെ. മനസ്സിലായ? അപ്പൊ നമ്മൾ സുഖത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു പണം മുഴുവൻ, നാം ഉണ്ടാക്കിയ പോണ. ഇതേപോലെ കുട്ടികൾ ഉപയോഗിക്കും. അപ്പൊ നമ്മൾ ചെയ്യുക, സുഖം വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഒരു രാസപദാർത്ഥം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതാണ് ഡോപ്പമീൻ. ഈ ഡോപ്പമീന്റെ വളർച്ച കൂട്ടാൻ വേണ്ടി, കൃത്രിമമായി വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയ മുഴുവൻ ചെയ്യുന്നത്. ഇത് താൽക്കാലിക സുഖം മാത്രമാണ്. മനസ്സിലായ? അപ്പോ ചായയും പരിപ്പടം കിട്ടുമ്പോൾ 100 യൂണിറ്റ് ഡോപ്പമീൻ ആണെങ്കിൽ മദ്യം കഴിക്കുമ്പോൾ 200 ആവും. പല വേറെ സാധനങ്ങളാണെങ്കിൽ, പല നവീന രീതിയിലുള്ള പുതിയ പല രാസപദാർത്ഥങ്ങളാണെങ്കിൽ ചിലപ്പോൾ ഒറ്റയടിക്ക് 1 ലക്ഷം കിട്ടും. 1 ലക്ഷം ഡോപ്പമീനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. ഇത് കഴിഞ്ഞാലോ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളിപ്പോ ടൂത്ത് പേസ്റ്റ് 50 ഗ്രാമിന്റെ നമ്മൾ മേടിച്ചില്ലേ? മേടിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുക? ബ്രഷിന്റെ മുമ്പിൽ രാവിലെ ആയിട്ട് പതുക്കനെ ആക്കും ഇല്ലേ? നമ്മൾ ആ സാധനം വെച്ചിട്ട് ഒറ്റ ചവിടിയല്ല എന്തുണ്ടാവുക? എന്തുണ്ടാവും? ഒക്കെ പുറത്തു പോകും ഇല്ലേ? ഇതേപോലെ ഈ പലതരം രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ഉപയോഗിച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ തലച്ചോറിലെ കോശങ്ങൾക്ക് നാശം വരും. നിങ്ങൾ എന്താവും? 30 വയസ്സുവരെ കണ്ടുകഴിഞ്ഞാൽ 50 വയസ്സുകാരൻ തോന്നും. അവൻ ചിലപ്പോൾ മുടി വെട്ടില്ല, ചിലപ്പോൾ കുളിക്കില്ല, ചിലപ്പോൾ അവന്റെ പാന്റ് കീറിയതാവും. പാന്റിലൂടെ അണ്ണാൻ കയറിയാലും പുലി കയറിയാലും എലി കയറിയാലും അവ അറിയില്ല. അവ വരുമ്പോഴേക്കും തന്നെ ഒരു വാടമണം ഉണ്ടാവും. ഇത് മനസ്സിലായ? ഡ്രഗ്സ് ഉപയോഗിച്ച ആൾക്കാർക്ക് പ്രത്യേക നാറ്റാണ്. ഒരു ഒറ്റ കാര്യം, നിങ്ങളുടെ വീട്ടിൽ അച്ഛനും അമ്മയും മക്കളും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു ദിവസം ഉണ്ടാ ഇല്ല അല്ലേ? കേട്ടിയ എത്ര ആൾക്കാരുണ്ട്? ഒറ്റ മിനിറ്റ്. നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയും മക്കളും കൂടി ഒരുമിച്ച് ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്ന, ആഴ്ചയിൽ ഒരു ദിവസം. എന്റെ പൊന്നു കൂട്ടുകാരെ, സ്വന്തം അച്ഛനും അമ്മയും മക്കളും കൂടി നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വെക്കുക. അത് ചോറായാലും കുഴപ്പമില്ല, ചപ്പാത്തി ആയാലും പായസം ആയാലും കുഴപ്പമില്ല, കറികൾ കുറഞ്ഞാലും കുഴപ്പമില്ല, കറികളോ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇറച്ചി വേണമെന്നില്ല, നീ മാങ്ങ ചമ്മന്തി ആയാലും മതിറാ. എന്നറിയോ? ഒരു സ്വന്തം അച്ഛനമ്മമാർക്ക് തുറന്ന് സംസാരിക്കുന്ന വേദി വേണം. മക്കൾക്ക് തുറന്ന് സംസാരിക്കുന്ന വേദി വേണം. അമ്മയ്ക്ക് തുറന്ന് സംസാരിക്കുന്ന വേദി വേണം. അതിന് ജോലി കൂലിയൊന്നും നോക്കണ്ട, കളറൊന്നും നോക്കണ്ട, അവരെ വർണ്ണ നിറമൊന്നും നോക്കണ്ട.
ഏതൊരാൾക്ക് അവനോട് തുറന്ന് പറയാനുള്ള ഒരു വേദിയായിരിക്കണം. നിങ്ങൾ എന്താ ലക്ഷ്യം? നിങ്ങളുടെ അച്ഛനമ്മമാര് ഇവിടെ തരുന്ന ഓരോ കാശിനും ഇവർ ചെയ്യുന്നതിന് ഒരു മൂല്യമുണ്ട്. നിങ്ങൾ നല്ലൊരു ഭാവിയില് നല്ലൊരു സമൂഹത്തിൽ ഉയർന്നു വരണം. നല്ലൊരു പ്രകാശ ഗോപുരമായി നേരത്തെ പറഞ്ഞ പോലെ നല്ല രീതിയിൽ നിങ്ങൾ റോട്ടിലും അല്ലെ വീട്ടിലും എവിടെ പോയാലും നിങ്ങൾ നല്ലൊരു രീതിയിൽ നീങ്ങണം. ഇതാണ് അവരുടെ സ്വപ്നം. ആ സ്വപ്നത്തിനൊത്ത് നിങ്ങൾ നിൽക്കണം. നിങ്ങൾ വഴി പഴച്ചു പോയാൽ നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ പല പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഏത് ജില്ലയിൽ പോയാലും നിങ്ങൾ ഈ പറഞ്ഞ കാര്യം മനസ്സിൽ വയ്ക്കണം. ഓക്കെ, അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവിധ ഈശ്വരനും ഉണ്ടാവട്ടെ കേട്ടാ. നിങ്ങൾ എന്തായാലും മികച്ച വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു, ബൈ. പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും കൂടി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ഭൂമിക്ക് സമാന്തരമായി നിന്നുകൊണ്ട് പഠിക്കാൻ നമ്മുടെ ബഹുമാനപ്പെട്ട PP ഷാജി സാർ ക്ഷണിക്കുകയാണ്. ഷാജി സാർ, വെൽക്കം. എല്ലാവരും വരുന്നേക്ക്. എല്ലാവരും ഒന്നില്ല, എല്ലാവരും പ്രതിജ്ഞ ലഹരി വിരുദ്ധ പ്രതിജ്ഞ. മയക്കുമരുന്ന്, മദ്യം, പുകയില, പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരി വിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.